ക്ലീറ്റസേ, നീ ആലോചിക്കാൻ ഒന്നുമില്ല. നിന്നെ ഒന്ന് കണ്ട് ഈ കാര്യം അവതരിപ്പിക്കണമെന്ന് ഞാൻ കുറച്ച് ദിവസമായിട്ട് ആലോചിക്കുകയാണ്. നീ എന്ത് തീരുമാനിക്കുന്നു? സംഭവം അല്ല, ഈ പറഞ്ഞ മാതിരി ഈ ഷെയർ മാർക്കറ്റ് നമ്മൾ പൈസ ഇട്ടാൽ അത് ഇരട്ടിക്കുമെന്നൊക്കെ പറയുമ്പോൾ ഇത് ഇങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടല്ലോ ഇതിനകത്ത്. അങ്ങനെ നീ പേടിക്കണ്ട. ഇത് അങ്ങനെയൊന്നുമല്ല. ഞാനിപ്പോൾ ഈ ഏരിയ മാനേജറാണ്. ഞാൻ ഇവിടെ എങ്ങനെ എത്തിയെന്നുള്ളത് നിനക്കറിയാമല്ലോ. നിന്റെ കഷ്ടപ്പാടുകളൊക്കെ ഞാൻ കുറച്ച് നാളുകൊണ്ട് കാണുന്നുണ്ട്. അതിൽ നിന്ന് നിനക്കൊരു മോചനം, അത് ഞാൻ ശരിയാക്കി തരാം. സംഗതി കൊള്ളാം. എന്നാലും ഈ പറഞ്ഞ മാതിരി ഈ സത്യത്തിൽ വേണ്ട, നീ അങ്ങനെ സംശയിക്കണ്ട. നീ നിന്റെ ആ സംശയം മാറ്റി വെച്ചിട്ട് നീ ഒരു 5000 രൂപ ആദ്യം കൊടുക്കും. നിന്റെ ഇല്ലെങ്കിൽ വേണ്ട, ഞാൻ കൊടുക്കാം. അല്ല, അത് വേണ്ട. നമുക്കിപ്പം വിശ്വാസമൊക്കെ തന്നെ. നീ പറയുമ്പോൾ പിന്നെ നമ്മൾ ഒരുമിച്ച് പഠിച്ച നിന്നെ ഞാൻ വിശ്വസിച്ചില്ല. പിന്നെ ആരോഗ്യം നിനക്കറിയാമോ, നമ്മളെ കൂടെ പഠിച്ച സുഭാഷ്, ഇക്ബാലും മൻസൂറൊക്കെ അവരെല്ലാം ഇതിൽ അംഗങ്ങളാണ്. അവരൊക്കെ ഇന്ന് ലക്ഷങ്ങളാണ് മേടിക്കുന്ന മാസം തോറും. അവൻ നാളൊരു വലിയ കാറിലൊക്കെ ഇക്ബാൽ പോണുണ്ട്. എന്റെ പഴയ സ്കൂട്ടർ അത് പോയി. ഇപ്പൊ കാറില്ല. നിനക്കൊരു കാർ മേടിക്കണ്ടേ? അല്ല, നിനക്കൊരു കാർ മേടിക്കണ്ടേ? അങ്ങനെ എല്ലാം ഉണ്ട്. ഞാനിപ്പം സിറ്റിയിലെ ഫ്ലാറ്റിലാ താമസിക്കുന്നത്. നിനക്കും താമസിക്കണ്ടേ? നീ പോത്തങ്കോടെല്ലാം വിട്ടാ? അതൊക്കെ വിട്ടു. അപ്പൊ നമ്മളിപ്പോ ഇതിലൊരു 50,000 രൂപ ഇട്ട് കഴിഞ്ഞാൽ അത് 2.5 മാസം കഴിയുമ്പോൾ 1 ലക്ഷം രൂപ ആവും. അപ്പോൾ ഈ 1 ലക്ഷം രൂപ നമ്മൾ വീണ്ടും ഒരു 2.5 മാസം ഇട്ട് കഴിഞ്ഞാൽ അത് 2 ലക്ഷം രൂപയാവും. അതായത് ഹൈ ഫ്ലൈ. അതല്ലേ? അത് നീ മനസ്സിലാക്കിയാൽ മതി. അല്ല, നിന്റെ തുടക്കം ഇതിൽ എങ്ങനെ? ഞാൻ 5000 രൂപയിൽ തുടങ്ങിയതാണ്. ഇന്ന് എൻ്റെ മന്ത്ലി ഇൻകം എന്ന് പറയുന്നത് 1 ലക്ഷം രൂപയാണ്. മന്ത്ലി ഇൻകം 1 രൂപയാണ്. അല്ലെങ്കിൽ ഇതാ നോക്ക്, എൻ്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് നോക്ക്. വിശ്വാസം വരണോടോ, വിശ്വാസം. അല്ല, ഇതൊക്കെ നമുക്ക് വിശ്വാസമുണ്ട്. അതാണ് പറയുന്നത്. വിശ്വാസക്കുറവ് അല്ലെങ്കിൽ നീ സംശയിക്കണ്ട. നീ എന്നെ സംശയിക്കണ്ട. നിന്നെ എനിക്ക് രക്ഷപ്പെടുത്തും. അല്ല ബിനോയ്, എനിക്ക് നിന്നെ സംശയം ഉണ്ടായിട്ടല്ല. എൻ്റെ ഇപ്പൊ വളർച്ച നമുക്ക് കാണുമ്പോൾ അറിയാലോ. അതാണ് ഞാൻ പറഞ്ഞത്. നിനക്ക് ഇപ്പൊ ഇടാൻ വയ്യെങ്കിൽ ആ പൈസ ഞാൻ കൊടുക്കാം. അല്ല, അത് വേണ്ട. 5000 രൂപ തുടങ്ങിയാൽ മതി. അത് വേണ്ട. എന്തായാലും തുടങ്ങുമ്പോൾ നമ്മൾ കാര്യമായിട്ട് തുടങ്ങണം. ഒരു 50 രൂപ അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം. 2.5 മാസം കഴിയുമ്പോൾ അത് ഒന്നാവും. പിന്നെ അത് അങ്ങനെ ആവും. ക്ലീറ്റസേ, നിന്റെ മോളിപ്പോ +1 അല്ലേ? +1 അല്ലേ? നിന്റെ മോൾ ഇതാന്നും പറഞ്ഞ് വളർന്നു പോകും. പക്ഷെ അതിനേക്കാളും സ്പീഡിൽ നമ്മൾ ഇതിലിടുന്ന പൈസ അതിനേക്കാളും സ്പീഡിൽ വളരും. അത് നിനക്ക് ഒരുപാട് ഉപയോഗം ചെയ്യും. നമ്മുടെ സുലൈമാൻ്റെ മോളെ കല്യാണം നമ്മൾ കഴിഞ്ഞ ദിവസം പോയി കണ്ടതല്ലേ? അതിനേക്കാളും ഭംഗിയായിട്ട്, അതിനേക്കാളും ഗംഭീരമായിട്ട് നമുക്ക് നടത്തണ്ടേ? അതല്ലേടാ, നമ്മൾ പഠിച്ചപ്പോഴേ നമ്മൾ അങ്ങനെ അല്ലായിരുന്നോ? അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇതിന്റെ പൈസ തിരിച്ചു കിട്ടുന്നത് ഡോളർ വ്യവസ്ഥയിലാണ്. അതെന്ന് പറയുന്നത് അത് നമുക്ക് ക്യാഷ് ആക്കാം. പക്ഷെ ഡോളർ വ്യവസ്ഥയിൽ കിട്ടുമ്പോഴത്തേക്ക് അത് നമുക്ക് ഒരുപാട് ഗുണം ചെയ്യും. ക്ലീറ്റസ്, നീ ധൈര്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യും. നമുക്കത് ക്യാഷ് ആക്കാന്നേ. അത് നമുക്ക് ഉപയോഗം ചെയ്യും. എനിക്കിപ്പം വിശ്വാസമായി. അല്ല, എന്തായാലും ഞാനേ പേടിച്ചും കൊണ്ടൊന്നും ചെയ്യരുത്. ധൈര്യമായിട്ട് സന്തോഷമായിട്ട് 100% ഉറപ്പില് നീ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യും. നിനക്കത് ഉപയോഗം ഉണ്ടാവും. ബിനോയ്, നീ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വിശ്വാസക്കുറവൊന്നുമില്ല. പിന്നെ നമ്മൾ ഓരോന്നും ചെയ്യുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ചൊന്ന് പഠിക്കണ്ടേ? അപ്പൊ അതിനുള്ള എന്നെ നിനക്ക് വിശ്വാസം ഇല്ലടാ. എന്തോന്ന് പഠിക്കാൻ? ഞാൻ അതല്ലേടാ നിന്നെ കാണാൻ വന്നത്. മനസ്സിലായി. അതിന്റെ കാര്യം ഞാൻ എൻ്റെ കുടുംബമായിട്ടൊക്കെ ഒന്ന് ചർച്ച ചെയ്തിട്ട് തന്നെ ഞാൻ ഉടനെ വിളിക്കാം. പോസിറ്റീവ് ആയിരിക്കണം. തീർച്ചയായിട്ടും. ഓക്കേടാ. ഓക്കെ, സന്തോഷം. അല്ല, അതൊക്കെ എനിക്ക് മനസ്സിലായി. ആ ഫണ്ടൊക്കെ ഞാൻ ശരിയാക്കാം. ഫണ്ടിൻ്റെ കാര്യം ഓർത്തൊന്നും വിഷമിക്കണ്ട. എനിക്ക് മറ്റേ ഡോളർ അത് നമ്മളെ കൺവേർട്ട് ചെയ്യണ കാര്യം അതെനിക്കൊന്നും മനസ്സിലായില്ല. അത് അടുത്ത കാണുമ്പോൾ ഒന്ന് പറഞ്ഞു തരണേ കേട്ടാ. ഓക്കെ. ശരി ആയിക്കോട്ടെ. മറ്റന്നാൾ കാണാം. ശരി. ഓക്കെ. എന്തോന്നടി ഇത്? നിന്റെ കെട്ടിയപ്പോ പുല്ല് അതിനാണത്? അല്ല, ഞാൻ അവിടത്തേക്ക് പറിച്ചതാ. അല്ല, ഗതി കെട്ടാ പുലി പുല്ലും തിന്നുന്നാണല്ലോ. ഇതെന്ത് അമേരിക്കക്ക് പോണ? അമേരിക്ക മാത്രമല്ല, ലോകരാജ്യങ്ങൾ മുഴുവൻ സഞ്ചരിക്കാനുള്ള ഒരു കോളുമായിട്ടാണ് ഞാനിപ്പോ സഞ്ചരിക്കുന്നത്. അപ്പൊ ലോട്ടറി അടിച്ച്? ഏതാണ്ട് ലോട്ടറി എന്നൊക്കെ തന്നെ പറയാം. എന്തോ കാര്യം? അതൊക്കെ പറയാം. ഒരു 2-3 ദിവസം കൂടെ അങ്ങോട്ട് കഴിയട്ടെ.
അങ്ങനെ പറ്റൂല ഇപ്പൊ പറയണം, വെറുതെ സസ്പെൻസ്ഡ് അല്ലേ. അതെ, ഒരു സിനിമ കാണാൻ പോയി കഴിഞ്ഞാൽ നീ അതിന്റെ ക്ലൈമാക്സും ആ ട്വിസ്റ്റും സസ്പെൻസും ഒക്കെ ആദ്യമേ കാണൂലല്ലോ. കണ്ട് വരുമ്പോ അല്ലേ. ഇത് സിനിമയല്ലേ? ആ, ഇത് അങ്ങനെയല്ലല്ലോ. തന്നെ ഇതൊരു നമ്മുടെ ജീവിതം എന്ന് പറയുന്ന ഒരു സിനിമയാണ്. ഒരു 2-3 ദിവസം കൂടെ വെയിറ്റ് ചെയ്യേ, അതിനകത്ത് കാണാതെ അല്ല പിന്നെ ബാക്കി പുല്ല് ഇറക്കി കെട്ടിയോന്. ഇതോടെ വലിയ സന്തോഷത്തിലാണല്ലേ. ആരെങ്കിലും പറ്റിച്ചാ? ഓ, ചീറ്റച്ചൻ എന്നെ നാട്ടുകാരെ മൊത്തം പറ്റിച്ചിട്ടാണ് നടക്കുന്നത്. എന്ത് കേട്ടത് രാവിലെ തന്നെ. ഈ പുല്ല് പറിക്കാൻ നല്ല മൂടായിരുന്നു, അത് കളയും. പുല്ല് പറിക്കാനും കൂടാതെ ഞാനേ വേണ്ടപ്പെട്ട ഒരാളെ പറ്റിക്കാൻ പോവാ. നീ എന്നെ പറ്റിച്ചോണ്ടിരിക്കല്ലേ? വേണ്ടപ്പെട്ട ഒരാളെ. അപ്പൊ തങ്കത്തിനാ? ഓമ്പോ, മനസ്സിലായി കഴിഞ്ഞു കൊച്ചു കള്ളൻ. തങ്കം, ചായക്കാണെങ്കിൽ 5 മിനിറ്റ് കഴിയിട്ട് ഇതൊന്ന് വാങ്ങിയിട്ട് ഇട്ട് തരാം. ഇല്ല, ചായ ഇപ്പോൾ തന്നത് ഞാൻ കുടിച്ച് തീർന്നില്ല. നീ വന്നേ. പറഞ്ഞോ. നീ ഒന്ന് ഇങ്ങോട്ട് വന്നേ, ഒരു കാര്യം പറയട്ടെ. എന്റെ ക്ലീറ്റോ, എനിക്ക് പണിയുണ്ട് ക്ലീറ്റോ. ആ കൊച്ചുറങ്ങണതിന് മുമ്പ് എന്തെങ്കിലും ചെയ്യാന്ന് വിചാരിച്ചാൽ സമ്മതിക്കൂലല്ലോ. എന്താ? ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ്. പറഞ്ഞോ, ഞാനല്ലേ ഈ മുമ്പിൽ നിൽക്കുന്നത്. സന്തോഷം ഉണ്ടാവുന്ന ഒരു കാര്യം പറയുമ്പോൾ നീ ഇങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കല്ലേ. സന്തോഷമുള്ളൊരു കാര്യമല്ലേ. പറ ക്ലീറ്റോ. ഓ, നമുക്ക് രക്ഷപ്പെടാനായിട്ടൊരു വഴി അങ്ങനെ തുറന്നു വന്നിട്ടുണ്ട്. തുറന്നാ? ആ വഴി തുറന്നാ? രക്ഷപ്പെട്ടു. നീ ആ വഴി കൂടി അങ്ങ് പോവാല്ല. ആരാ ഇപ്പൊ തുറന്നത്? അപ്പോൾ അതെ, രക്ഷപ്പെടാനുള്ളൊരു കാര്യമാണ്. പറ. അതായത് 2 ദിവസം മുമ്പേ എൻ്റെ കൂടെ പഠിച്ച ബിനോയിയെ ഞാൻ കണ്ടിരുന്നു. ആ, ബിനോയ് ഷെയർ മാർക്കറ്റിൽ പൈസ ഇട്ടിട്ടുണ്ട്. അവന് കുറേ ലാഭം കിട്ടി. നമുക്കും ഷെയർ മാർക്കറ്റിൽ പൈസ ഇടണം. ഇതല്ലേ ക്ലീറ്റോ പറയാൻ വന്നത്? നിന്നോട് ആര് പറഞ്ഞു? ഈ 2 ദിവസമായിട്ട് നിങ്ങൾ ഇത് തന്നെയല്ലേ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്റെ ചെവി പൊട്ടി പോയിട്ടില്ലല്ലോ. അമ്മായി, നീ അത് ശ്രദ്ധിച്ച് നന്നായി. അപ്പൊ തങ്കം, എന്താ സംഭവിച്ചു കഴിഞ്ഞാണ്ടല്ലോ, നല്ല പരിപാടിയാണ്. നമ്മളിത് വൈകിപ്പോയി എന്നുള്ളതാണ്. നമ്മളിപ്പോ ഒരു 50,000 രൂപ കൊണ്ട് അതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ 2.5 മാസം കഴിയുമ്പോൾ ഡബിൾ ആണ്. ക്ലീറ്റ് ഇപ്പൊ ഒരു കാര്യം ചെയ്യേ. നമ്മുടെ തൊട്ടപ്പുറത്തൊരു മാർക്കറ്റ് ഉണ്ട്. അവിടെ പോയിട്ട് ഇച്ചിരി പച്ചക്കറി എല്ലാം മേടിച്ചിട്ടുണ്ടാവും ഉച്ചയ്ക്ക് കറി വെക്കാൻ വേണ്ടി. ഓരോ ക്ലീറ്റോ പറയട്ടെ, ഇത് അങ്ങനത്തെ ഉടായ്പൊന്നും അല്ല. ഇത് ട്രേഡിംഗ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമാണ്. അതൊരു ആപ്പുണ്ട്. ആ ആപ്പ് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ പൈസ ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2 മാസം കഴിയുമ്പോൾ ഡബിളായിട്ട് നമുക്കത് ഡോളറായിട്ടാണ് കിട്ടുന്നത്. എത്ര നമുക്ക് ഇടേണ്ടത്? 50,000 ഇടാം. ഇപ്പൊ ക്ലീറ്റോന്റെ കയ്യിൽ എത്ര രൂപ ഉണ്ട്? 50,000 ഇടാനായിട്ട് ഇപ്പം എൻ്റെ കയ്യിൽ ഇല്ല. പക്ഷെ 2 മാസം കഴിയുമ്പോൾ നമുക്ക് ലാഭം കിട്ടും. ഉണ്ടായാലല്ലേ നമുക്ക് ഇപ്പൊ ഇടാൻ പറ്റുള്ളൂ. എന്നാലല്ലേ 2 മാസം കഴിയുമ്പോ വരുള്ളൂ. പറ. അതെ, നമ്മുടെ നിന്റെ കുടുംബശ്രീയിലെ പൈസ ഇല്ലേ കിട്ടി, നമുക്കൊരു 2 മാസത്തേക്ക് ഒന്ന് ഇതിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അറിയാലോ, ഡബിളാണ്. പൊളിക്കാം. അളപ്പിട്ട് കയറിപ്പോയത് ഇതിനു വേണ്ടിയിട്ടായിരുന്നല്ലേ? ചിട്ടി പൈസ 50 രൂപ ഞാൻ തരില്ലല്ലോ. അതിന് 50 രൂപ. ആ, കൊറേ എന്നെ പറ്റിച്ചതാ. ഇനി അങ്ങനെ തങ്കം പറ്റിക്കാൻ വിചാരിക്കണ്ട കേട്ടാ. ഒരു നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ തങ്കം. രക്ഷപ്പെടാൻ സമ്മതിക്കൂലെന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾ രക്ഷപ്പെടണ്ട. നിങ്ങൾ കുറച്ച് കഷ്ടപ്പെട്ട് ജീവിക്കണത് എനിക്കിഷ്ടം. വേണ്ടടി, നീ നിന്റെ ആങ്ങളെ ചോദിക്കുമ്പോ അവന് മാത്രം കൊടുത്താൽ മതി. എന്തായാലും നിങ്ങളുടെ കൂട്ടുകാരനോട് ചോദിക്കും. കുറെ പൈസ കിട്ടിയെന്ന് പറഞ്ഞില്ലേ കൂട്ടുകാരന്? പുള്ളി വരും. ഞാൻ ചോദിച്ചോളാം. വേറെ എവിടെയെങ്കിലും ആയിരുന്നു ഇപ്പം ഞാൻ എവിടെ നിൽക്കേണ്ടതാ? എൻ്റെ കർത്താവിനാണ്. എനിക്ക് ആലോചിക്കുമ്പം പെരുപ്പ് കയറാണ്. ഏതോ ദുർബല നിമിഷത്തിൽ ഞാനൊരു മൂളിപ്പോയതാണ്. അയ്യോ, അതുകൊണ്ട് ഇപ്പൊ ഉണ്ട്, ജീവനോടെ ഉണ്ട്. അല്ലെങ്കിൽ ആരെങ്കിലും തല്ലിക്കൊന്നു. അല്ലെങ്കിൽ ഇപ്പൊ നിനക്ക് എന്നെ കാണാൻ കഴിയും. ഞാൻ വല്ല അമേരിക്കയിലോ UK ഒക്കെ ഇരുന്നനെ. ചുമ്മാ അങ്ങ് നിൽക്കുമ്പോ ആൾക്കാർ UK പോവുമല്ലേ, അമേരിക്കയിലോട്ട് പോവുമല്ലേ. അതിന് വേണം പൈസ. എൻ്റെ എവിടുന്ന ക്ലീറ്റോ ചേട്ടാ പൈസ? പിന്നെ ക്ലീറ്റോ ചേട്ടന് വേണമെങ്കിൽ ഏട്ടനോട് നേരിട്ട് ചോദിക്കും. അവനോട് ഞാൻ ചോദിക്കൊന്നുമില്ല, നിനക്കറിയാലോ, ഞാൻ അവനോട് പൈസ ചോദിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഏട്ടൻ പൈസ തരുമോ? ക്ലീറ്റോ ചേട്ടന് അറിയാവുന്നല്ലേ ഏട്ടൻ്റെ സ്വഭാവം? ലില്ലി മോളെ, ഇത് ഞാൻ നല്ലപോലെ പഠിച്ചതിനെക്കുറിച്ച്. സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഇത് ട്രേഡിങ് നല്ല സംഭവമാണ്.
നമ്മളിതിപ്പോൾ എത്ര ചിലവാക്കണോ അത് 5 വെച്ചാൽ 10 കിട്ടും, 10 വെച്ചാൽ 15 കിട്ടും. അങ്ങനെ നമുക്ക് എത്ര ആണോ വെക്കണം അതിൻ്റെ ഇരട്ടിയാണ് കിട്ടണത്. അതാണ് പറയണൊക്കെ കറക്റ്റാണ്, നല്ല സംഭവമാണ്. അതല്ലേ. പക്ഷെ എൻ്റെ കയ്യിൽ പൈസ വേണ്ടേ? ഏട്ടൻ്റെ അടുത്ത് എത്ര പറഞ്ഞാലും ഇതൊന്നും മനസ്സിലാവൂല ക്ലീറ്റോ ചേട്ടാ, തരുത്തില്ല. അതാ ഞാൻ പറഞ്ഞത്, നേരിട്ട് ചോദിക്കാൻ പറഞ്ഞത്. ലില്ലിമോളെ, അതായത് എൻ്റെ കൂട്ടുകാരെ ഇതിനകത്ത് ബിസിനസ് ചെയ്യണല്ലേ, ഞാൻ അവനെ വിളിച്ചു തരാം. ലില്ലിമോളൊന്ന് സംസാരിച്ച് നോക്കുക, അപ്പോൾ അതെല്ലാം മനസ്സിലാവും. ക്ലീറ്റോ ചേട്ടൻ പറഞ്ഞ സത്യമാണെന്ന് എനിക്ക് മനസ്സിലായി. വെറുതെ എന്നെ കുരുക്കിലാക്കല്ലേ. പോവല്ലേ, ചായ കുടിച്ചിട്ട് പോവാം. ഞാൻ നിന്റെ ചായ കുടിക്കാൻ വന്നല്ലേ. വേണമെങ്കിൽ പോവല്ലേ. പിണങ്ങും പിന്നെ അല്ലാണ്ട്. പിന്നെ ഇതൊരു നിസ്സാര കാര്യമാണ് കേട്ടാ. നിനക്ക് നിസ്സാരം ഇത്. ഒരുത്തന്നെ ജീവിക്കാൻ വേണ്ടി ഒരു മാർഗം ദൈവം കാണിച്ചു തന്നതാ. എന്നാ ദൈവത്തിനോട് പൈസ ഉണ്ടാക്കാനുള്ള വഴി കൂടി പറഞ്ഞുതരാൻ പറ. നിന്നെ ആരുടെ ഇപ്പം ഇങ്ങോട്ട് വിളിച്ചാ? എന്റെ വീട്ടിലോട്ട് തന്നെ നിങ്ങളുടെ സഹായം വേണം. ചേച്ചി സത്യമായിട്ട് എൻ്റെ കയ്യിൽ പൈസ ഇല്ലേ ചേച്ചി. എന്റെ സ്വഭാവം അറിയാല്ലേ ചേച്ചി. നിനക്ക് എന്താ എന്റെ പൊന്നിലില്ല ഈ വഷളത്തരത്തിനൊക്കെ കൂട്ടു നിൽക്കാനായിട്ട് ഓരോ ഊടായ്പ കൊണ്ട് ക്ലീറ്റോ ഇറങ്ങിക്കോളിനാണ്. നീ വലിയ വർത്താനൊന്നും പറയണ്ട. ഇനി ആര് പൈസ തന്നില്ലെങ്കിലും ഞാൻ പലിശക്ക് എടുത്തെങ്കിലും ഞാൻ ഇത് ചെയ്യും കേട്ടോ. ആ പിന്നെ 10 പൈസക്ക് ഉപകാരമില്ലാത്ത നിന്നെ ഞാനിങ്ങനെ ചുമന്നുകൊണ്ട് നടക്കണം എന്താണെന്നറിയാമോ? ഇതുപോലൊരു മുതല് ഭൂമിയിൽ വേറെ ഇല്ല, കിട്ടില്ല. അതറിയാം. തന്നെ ഓരോരോ എന്തൊക്കെയാ പറയുന്നത്. എന്റെ പൈസ ഇല്ലേ ചേച്ചി, അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ ഞാൻ സത്യമായിട്ടും കൊടുത്തേനെ. പിന്നെ എങ്ങനെയെങ്കിലും കൊടുക്ക്, എന്നിട്ട് അതും വെള്ളത്തിൽ പോകാൻ 50,000 രൂപയെ ചെല്ലട്ടെ. ഇനി അടുത്തെന്താ നോക്കട്ടെ. എവിടെ സാറേ, എത്ര നേരം ഞാൻ ഇവിടെ ഒന്ന് കുറ്റിയും പറഞ്ഞു നിൽക്കുന്നത്? ഒരുപാട് നേരമായോ? നല്ലാതെ എൻ്റെ ആളിയാ, ഇത് നടക്കേണ്ട കാര്യങ്ങൾ. എൻ്റെ 2-3 പരിചയക്കാരുണ്ട്, അമ്മാരും ഇപ്പം പലിശയ്ക്ക് കൊടുക്കുന്നില്ല. അമ്മാർ ഈ പരിപാടി എല്ലാം നിർത്തി എന്തോ മീൻ കച്ചവടം എന്തൊക്കെയാ പരിപാടിയായിട്ട് നടക്കുന്നു. പിന്നെ ഇത് അവസാനം ഇത് എങ്ങനെ ഒപ്പിച്ചെന്നറിയാം. നമ്മുടെ ടൈലർ സുഖണ്ണ ഇല്ലേ, അങ്ങേരെ മോൻ സന്തോഷം, അവനാണ് ശരിയാക്കി തന്നത്. ശരിയായ പൈസ എന്തായാലും കിട്ടും, പക്ഷെ പലിശ 7 രൂപയാണ്. 7 രൂപ അളിയാ. 7 രൂപ കുറവാണ്. ഇപ്പം 10-15 രൂപയ്ക്ക് ഉണ്ട് പലിശ. ഇത് കിട്ടിയത് വലിയ ഭാഗ്യം എന്ന് പറഞ്ഞാൽ മതി. അപ്പം 50,000 രൂപയ്ക്ക് നമ്മൾ 7 രൂപ പലിശ ആകുമ്പോൾ 3,500 രൂപ ഒരു മാസം പലിശ. 3,500 അല്ലേ? 3,500. അതെ. പിന്നെ വേറൊരു പ്രശ്നമുണ്ട്. ഈ 50,000 രൂപ അങ്ങോട്ട് തരുമ്പം 3,500 രൂപ അവർ പലിശ അഡ്വാൻസ് എടുക്കും ഒരു മാസത്തെ. പിന്നെ നമ്മുടെ സുഗണ്ണൻ്റെ മോൻ ഒരു 1,500 രൂപ കമ്മീഷൻ കൊടുക്കും. അവനല്ലേ അളിയത് റെഡിയാക്കി തന്നത്. 5,000 രൂപ പോയി. 5,000 45 രൂപ നമ്മുടെ കൈ കിട്ടും. 45 കൈ കിട്ടിയാൽ 45 2.5 മാസം കഴിഞ്ഞ് 45 90 90 നമ്മൾ പലിശ 3,000. എന്നാലും 19 രൂപ നമ്മുടെ കയ്യിൽ വരും. ലാഭമാണ് അളിയാ, എന്നാലും കുഴപ്പമില്ല. അപ്പം അത് നമുക്ക് ഈ കാര്യം ചെയ്യും, ബാക്കി ഞങ്ങൾ സെറ്റപ്പ് ഉണ്ടാക്കും. അതെ, അങ്ങനൊന്നും നടക്കൂല. ഇത് ചെക്ക് പിന്നെ ഒരു 100 രൂപ 10 രൂപ ഒക്കെ കൊടുക്കണം. ആ വണ്ടിയുടെ RC ബുക്കാണ് ചോദിച്ചത്. പിന്നെ അളിയന് RC ബുക്കൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് ഞാൻ പറഞ്ഞ് പത്രം കൊടുക്കാമെന്ന് പറഞ്ഞു. പത്രത്തിൽ എഴുതി കൊടുക്കണം. പത്രത്തിൽ എഴുതി കൊടുക്കണം. എഴുതിയൊന്നും കൊടുക്കണ്ട, ഒപ്പിട്ട് കൊടുത്താൽ മതി. അവന്മാർ എഴുതി ചേർത്തോളും, പൈസ കൊടുക്കാതിരിക്കും. ചെക്ക് ചെക്കും ബ്ലാങ്ക് ചെക്ക് കൊടുക്കാം. അപ്പം നീ ഒരു കാര്യം ചെയ്യും, ആ ചെറുക്കനടുത്ത് പറഞ്ഞിട്ട് കാര്യങ്ങളൊന്ന് സ്പീഡാക്കി. അത് ഞാൻ റെഡിയാക്കി വെക്കാം. അളിയ ഈ ചെക്കും സാധനമൊക്കെ എടുത്തോണ്ട് പോവാം. അത് കൊണ്ടുവരാം. പിന്നെ അളിയ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഈ പലിശക്കൊക്കെ എടുത്ത് ഇതിനകത്ത് ചേരണോ? എന്തോന്നില്ല നീ പറയണം. നീ എൻ്റെ അളിയനെ പോലെ നെഗറ്റീവ് പഠിക്കല്ലേ, നെഗറ്റീവ് പറയല്ലേ. ഒരു നല്ല കാര്യമാണ് ഇത്. അങ്ങനത്തെ ആപ്പോപ്പ് പരിപാടിയല്ല. എൻ്റെ കൂടെ പഠിച്ചവനാണ് അവൻ ഇപ്പം എന്ത് സെറ്റപ്പ് എന്നറിയാമോ? നീ ഒരു കാര്യം നല്ലത് വരുമ്പോൾ നീ ഒരു കാര്യം ചെയ്യും. നീ തൽക്കാലം എനിക്ക് പൈസ മറിച്ചാൽ ഞാൻ അതിലാദ്യം ചേർന്ന് എനിക്ക് ലാഭം വരുമ്പോൾ നിനക്ക് ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് നീ ചേര്. അളിയ ഞാൻ നെഗറ്റീവ് പറഞ്ഞതല്ല. അപ്പം ഒന്ന് ചേരാങ്കി നോക്കൂ. ഒന്ന് പൈസ സ്പീഡാക്കി. ഞാൻ സ്പീഡാക്കിക്കോളാം. അളിയെ പോയി ചെക്കും സാധനമൊക്കെ എടുത്തോണ്ട് പോവാം. അത് കഴിഞ്ഞ് എനിക്ക് ലാഭം കിട്ടുമ്പോൾ ഇതിൽ ചേരണമെന്ന് പറഞ്ഞ് വരണ്ടേ? അത് അന്നേരം നോക്കാം. ലാഭം ഉണ്ടെങ്കിൽ ഞാനും ചേരും, ഞാനും പലിശക്ക് എടുക്കും. അപ്പം ഈ ലിങ്ക് നമുക്ക് ഉപയോഗിക്കാമല്ലോ. അളിയാ, ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ പൈസ എറിഞ്ഞാലേ പൈസ ഉണ്ടാക്കാം. ഇത് ശരിയാ, അത്രേ ഉള്ളൂ. അതുകൊണ്ട് നീ ധൈര്യമായിട്ട് സെറ്റപ്പ് ഉണ്ടാക്കും. നിനക്ക് കൂടെ വേണം ഇപ്പൊ തന്നെ മറിച്ചോ. നമുക്ക് ഞാൻ അളിയൻ ചേർന്ന് മതി. എന്നാ വിശ്വാസം അല്ലെങ്കിൽ വേണ്ട, നിനക്ക് വിശ്വാസം ആയിട്ട് മതി. വിശ്വാസമൊക്കെ ഉണ്ടല്ലേ ഒരാൾക്ക് കിട്ടുമ്പോൾ നമുക്ക് വിശ്വസിക്കാമല്ലോ. അതുകൊണ്ട് എന്റെ അടുത്ത കൂട്ടുകാരനായ ബിനോയ്ക്ക് കിട്ടി. അവൻ ഒരുപാട് സെറ്റപ്പ് ആയതുകൊണ്ട് അവൻ എന്റെ മാനേജറും കൂടെയാണ്. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. ശരി, ഞാൻ റെഡി ആക്കണം. ലേറ്റ് ആക്കണ്ട അളിയ, പോട്ട് നാളത്തേക്ക് എല്ലാം സെറ്റ് ആക്കണം എനിക്ക്. ഇന്ന് തന്നെ എല്ലാം സെറ്റാണ്. ശരി ശരി. 45 90 90 പിന്നെ 80 2.5 മാസം കഴിയുമ്പോൾ 160 വീണ്ടും അതിൽ പലിശ പറഞ്ഞ് വീണ്ടും
1 ലക്ഷം രൂപ പലിശയ്ക്ക് എടുക്കാനുള്ളത്. കുഴപ്പമില്ല, തുടക്കം ഇങ്ങനെ ആവട്ടെ. ഏട്ടാ ഈ കാലിലെ പാട് വലുതാവുന്നുണ്ട്. എന്താ ഇത് ബൈ ബർത്ത് ഉള്ളതാണ്. ബൈ ബർത്തൊക്കെ ആയിരിക്കും, പക്ഷെ അത് വലുതായി. ഞാൻ കാണുന്ന സമയത്ത് അതൊരു ചെറിയൊരു പൊട്ട് പോലെ ഉണ്ടായിരുന്നുണ്ട്. ഇപ്പൊ അത് നല്ലൊരു പാടായി. എന്തോ അസുഖത്തിന്റെ ലക്ഷണമാണ്. ബോഡിയാണത്. ആണ്. ഇത് ജന്മനുള്ള സാധനങ്ങൾ. ഇതൊന്നും കുഴപ്പമൊന്നുമില്ല. സ്കിൻ ഡോക്ടറെ കൊണ്ട് കാണിച്ചോ? തുടമ മാറും. തൊടുമ്പോ മാറിട്ട് പിന്നെ അത് നല്ല പോലെ വരും. അതിന്റെ ഒരു നേച്ചർ അങ്ങനെയാ. അത് പലപ്പോഴും പല കൂറാണല്ലോ. മൈൻഡ് ചെയ്യണ്ട. ഞങ്ങള് രണ്ടുപേരും ഇവിടെ ഇരിക്കണുണ്ട്. അത് ഞാൻ ഓരോന്ന് ആലോചിച്ച് ഇങ്ങനെ പോയപ്പോ നിങ്ങളിരിക്കുന്ന ആരും കണ്ടില്ല. എന്തിട്ട് ഇത്ര ആലോചിക്കാൻ? ഒന്നും പറയണ്ട, ചെറിയൊരു പണി കിട്ടിയേച്ച് വരുന്ന വഴിയാ. അതൊരു പുതിയ കാര്യമൊന്നുമല്ലല്ലോ. എന്തുവാണ് മാനസികമായിട്ട് തകർന്നിരിക്കുന്നവരോ ഇങ്ങനെ കുത്തി നോക്കിയല്ലേ മറ്റേ. എന്താടാ? അത് അവന് പണി കിട്ടി. എവിടെ ജോലി കിട്ടി? എന്ത് പണി? ക്ലീറ്റോ ഇങ്ങനെ നടന്നോ? അവന് വരെ പണി കിട്ടി. എന്റെ കയ്യിലുള്ള കുറച്ച് പൈസ പോയി, അങ്ങനെ എനിക്ക് പണി കിട്ടിയെന്നാ കനകമച്ചമ്പി പറഞ്ഞത്. പൈസയാ? അയ്യോ, ആ, പൈസ എവിടെ പോയടാ? എങ്ങനെ പോയി? ഞാൻ 2 മാസം മുമ്പ് ഒരു മണി ട്രേഡിംഗ് കമ്പനിക്കകത്ത് ഇച്ചിരി മിച്ചം പിടിച്ച 10 രൂപ കൊണ്ട് ഇട്ടായിരുന്നു. അത് 1.5 മാസം കൊണ്ട് 18,000 രൂപ വരെ ആയി. ഞാൻ ചെക്ക് ചെയ്തായിരുന്നു. അപ്പൊ അതവിടെ കിടന്ന് പെരുകട്ടെ എന്ന് കരുതി വിഡ്രോ ചെയ്തില്ല. ആ ആപ്പ് പൂട്ടി. കമ്പനിക്ക് ടോൾ ഫ്രീ നമ്പർ ആണല്ലോ, അതൊന്നും വിളിച്ചു നോക്ക്. അതിലൊന്നും വിളിച്ചിട്ട് ഒരു കാര്യമില്ല. ഹൈഫ്ലൈ ഡബിൾ മണി എന്നായിരുന്നു അവരുടെ കമ്പനിയുടെ പേര്. ഇപ്പൊ ആ സൈറ്റേ ഇല്ല. ഒന്നൂടെ പറഞ്ഞേ. ഹൈഫ്ലൈ ഡബിൾ മണി. അയ്യോ, ഈ കമ്പനിയിൽ പൈസ ഇടാൻ വേണ്ട ക്ലീറ്റോ ചേട്ടൻ എന്റെ അടുത്ത് പൈസ വെച്ചത് അല്ലേ ക്ലീറ്റോ ചേട്ടാ? ആ, ഈ പേരാ പറഞ്ഞത്. മച്ചമ്പി ആപ്പിലായിട്ട് പൈസ കൊണ്ടുവന്നിട്ടില്ല. എന്നാടാ? എന്തുവാ? ഓ, നിന്റെ ആങ്ങളൊക്കെ ട്രേഡിങ് ചെയ്യാൻ വേണ്ടിയിട്ട് മുട്ടി നിൽക്കുകയല്ലേ? പലിശയ്ക്ക് പൈസ എടുത്താലോ എന്ന് വിചാരിച്ചിട്ട് അവൻ എവിടെന്നോ കടം മേടിച്ച് കൊണ്ടു തന്നതാ. എന്റെ ഭാഗ്യത്തിന് ഞാനത് കൊടുക്കാൻ ഇച്ചിരി താമസിച്ചു, അല്ലെങ്കിൽ അതും പോയേനെ. പെങ്ങളുടെ ഒരു കാര്യം പറഞ്ഞപ്പോ ആങ്ങളുടെ ഒരു സ്നേഹം. എടി അതല്ല, ഇവ ഈ പറഞ്ഞ കണക്കുള്ള ഉടായ്പ ട്രേഡിംഗ് കമ്പനികളുണ്ട്. അതല്ലാത്ത ഏതോ നല്ല കമ്പനി കയറിയിട്ടാണ് ഞാൻ പൈസ ഒപ്പിച്ചു കൊടുത്തത്. രക്ഷപ്പെടാൻ കരുതി. എന്നോടൊന്നും പറഞ്ഞ പോലല്ലോ. എന്തായാലും കർത്താവിന്റെ രൂപത്തിൽ ഇവൻ വന്ന കാരണം അത് പോയില്ല. എന്നാൽ ഈ പറഞ്ഞ കർത്താവ് എൻ്റെ നേരെ കണ്ണടച്ചല്ലോ. എൻ്റെ 10,000 പോയി. പിന്നെ ആകെ ഒരു ആശ്വാസം കൊടുക്കാളെ മാതാവേ, മച്ചമ്പി ആപ്പിനകത്തോണ്ട് പൈസ ഇട്ടിട്ട് ആപ്പിലാവാതെ പോയല്ലോ.